ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം 100. കുളിർമതി കൊണ്ടു കുളിർത്തു ലോകമെല്ലാം ഒളിതിരുളന്നൊരു വെണ്ണിലാവു പൊങ്ങി തെളുതെളെ വീശി വിളങ്ങി ദേവലോക കുളമതിലാമ്പൽ വിരിഞ്ഞു കാണണമേ. സഹസ്രാരപത്മത്തിൽ ആമ്പൽ വിരിയുമാറാകട്ടെ എന്നാശംസയോടെ ഉപസംഹരിക്കുന്നു. കുളിർമതി അമൃതകിരണനായ ചന്ദ്രൻ കുളിർത്തു തണുത്തു ഒളി ശോഭ തിരളുന്ന വർദ്ധിച്ച ദേവലോകക്കുളം ആകാശഗംഗ ഇവിടെ ശിരസിലെ സഹസ്രാരപത്മത്തെ ഉദ്ദേശിക്കുന്നു. ആമ്പൽ വിരിയൽ കൊണ്ട് ആ താമരയുടെ വിടരലും മേ എനിക്ക്. ശീതളകിരണനായ ചന്ദ്രൻ ഉദിക്കുകയാൽ ലോകമെല്ലാം കുളിർമ പൂണ്ട് ശോഭ വർദ്ധിച്ച് വെണ്ണിലാവ് എല്ലാ ദിക്കിലും പരന്ന് തെളുതെളെ വീശി വിളങ്ങി ദേവലോകക്കുളത്തിൽ ആമ്പൽ വിരിഞ്ഞു കാണുവാൻ ഞാൻ കൊതിക്കുന്നു. ഭ്രൂമധ്യത്തിലെ ഹൃദയഗ്രന്ഥിയിൽ ഉദിക്കുന്ന ചന്ദ്രൻ്റെ കിരണങ്ങൾ സഹസ്രാരപത്മത്തെ വികസിപ്പിക്കുന്ന സ്ഥിതിയാണ് വിവക്ഷ. ഭഗവാനെ ഭജിച്ച് ഭജിച്ച് ഒടുവിൽ അഖണ്ഡാനുഭൂതിയിലെത്തി ഹൃദയകുമുദം വികസിച്ച് സർവത്ര ആനന്ദസ്വരൂപനായ ഭഗവാനെ തന്നെ കാണാൻ ഇടവരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം ഉപസംഹരിക്കുകയാണ്. സത്യത്തിൻ്റെ അഖണ്ഡാനുഭൂതിയിൽ കൂടി ജഗത്താകെ ബ്രഹ്മാനന്ദം കൊണ്ട് നിറഞ്ഞതായി അനുഭവിച്ച് കാന്തി തിങ്ങുന്ന ശാന്തി എങ്ങും വ്യാപിച്ച് മിന്നി മിന്നി തിരയടിച്ചുയർന്ന് ഈ ലോകത്തെ ഒരു സ്വർഗമാക്കി മാറ്റി അതിലെ ഒരു ചെറു പൊയ്കയായ എൻ്റെ ദേഹത്തിൽ ഹൃദയമാകുന്ന ആമ്പൽ വികസിച്ച് എനിക്ക് കാണാൻ ഇടയാകണം. എൻ്റെ ഹൃദയമാകുന്ന ആമ്പൽ വികസിക്കണം. ചന്ദ്രനാണല്ലോ ആമ്പലിൻ്റെ കമിതാവ്. ചന്ദ്രക്കരസ്പർശം കൊണ്ടേ ആമ്പൽ വികസിക്കൂ. ഹൃദയമാകുന്ന ആമ്പൽ വികസിക്കാൻ ഏതു ചന്ദ്രൻ്റെ സ്പർശമാണ് ആവശ്യമായി? അഖണ്ഡാനുഭൂതിയാകുന്ന കുളിർമതിയുടെ സ്പർശം. കുളിർമതി എന്ന പദത്തിന് ചന്ദ്രൻ എന്നും അഖണ്ഡാനുഭൂതിയിലെ സത്യബുദ്ധി എന്നും അർത്ഥം പറയാം. അഖണ്ഡാനുഭൂതി എന്നാൽ എന്താണ്? സർവത്ര വസ്തു ഒന്നേയുള്ളൂ, ലേശം പോലും പലതില്ല എന്ന അനുഭവമാണ് അഖണ്ഡാനുഭൂതി. ബുദ്ധി ഇതനുഭവിക്കാൻ തുടങ്ങിയാൽ ലോകമെങ്ങും പ്രകാശവും ശാന്തിയും കൊണ്ട് നിറഞ്ഞതായി അനുഭവപ്പെടും. ഇങ്ങനെ പുറത്തെങ്ങും നിറഞ്ഞനുഭവിക്കുന്ന ശാന്തിയും പ്രകാശവുമാണ് അഖണ്ഡാനുഭൂതിയാകുന്ന കുളിർമതിയുടെ ഒളി തിരളുന്ന വെണ്ണിലാവ്. തുടർന്ന് ഈ ലോകം സാക്ഷാത് സ്വർഗലോകം തന്നെയായി മാറും. ഈ സ്വർഗത്തിലെ ഒരു ചെറു പൊയ്കയാണ് സാധകൻ്റെ ദേഹമെന്നിരിക്കട്ടെ. ഭക്തനാവശ്യപ്പെടുന്നത് ദേഹമാകുന്ന ഈ പൊയ്കയിലെ ഹൃദയമാകുന്ന ആമ്പൽ അഖണ്ഡാനുഭൂതിയാകുന്ന കുളിർമതിയുടെ പ്രകാശം നിറഞ്ഞ ശാന്തിയാകുന്ന വെണ്ണിലാവു തെട്ടി വികസിക്കാനിടയാകണമെന്നാണ്. അതിനെ ഭഗവാൻ അനുഗ്രഹിക്കണം. ഈ അവസരത്തിൽ അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധു ഉണ്ടാരമിക്കുമൊരു വണ്ടാണ് സൂരി സുകൃതി എന്ന ഗുരുദേവൻ ജനനീ നവരത്നമഞ്ജരിയിൽ പ്രസ്താവിച്ചിട്ടുള്ളത് ഓർമ്മിക്കുന്നത് നന്ന്. മനസ്സ് ബ്രഹ്മാനുഭൂതി കൊണ്ട് കുളിർത്താൽ ലോകം മുഴുവൻ കുളിർത്തതായി അനുഭവപ്പെടും. കാലിൽ ചെരുപ്പുണ്ടെങ്കിൽ ഭൂമി മുഴുവൻ തോലുകൊണ്ട് പൊതിഞ്ഞതായിത്തീരും. തത്വസമ്പൂർണവും ഭക്തി നിർഭരവുമായ ഈ സ്തോത്രം രചിച്ച് ലോകത്തിന് സംഭാവന ചെയ്ത ഗുരുവിൻ്റെ പാദങ്ങളിൽ നമുക്ക് സാഷ്ടാംഗം പ്രണമിക്കാം. ഓം
ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം